എയർ ഫ്രയർ ഉള്ളവർ വേഗം തന്നെ എടുത്തോളൂ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹക്ക നൂഡിൽസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ, അതും വെറും 5 മിനിറ്റിൽ. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ പീസ് എടുത്തിട്ട് അതൊന്ന് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് അതിലേക്ക് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 10 മിനിറ്റ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വലിയൊരു ബൗൾ എടുത്തിട്ട്, അതായത് ഫ്രയറിലേക്ക് കയറുന്ന വലുപ്പത്തിനുള്ള ഒരു ബൗൾ എടുത്തിട്ട് 2 നൂഡിൽ കേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 250 ml വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചില്ലേ അതെല്ലാം ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് ചിക്കൻ്റെ പീസസും ഇട്ട് കൊടുക്കാം. വെറും 5 മിനിറ്റ് 180 ഡിഗ്രിയിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്യാപ്ഷനിലും നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമായ സോസുകളൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ എയർ ഫ്രയറിൽ ഇരിക്കുന്ന നൂഡിൽ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ബൗളിലുള്ള നൂഡിൽസും ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസിൻ്റെ കൂട്ടിലേക്ക് അതൊന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഹക്ക നൂഡിൽസ് ഇവിടെ ഈസി ആയിട്ട് എയർ ഫ്രയറിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തു. ഇതുപോലുള്ള എയർ ഫ്രയർ റെസിപ്പീസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്ത് വെക്കാൻ ആരും മറക്കില്ലേ.